വീഡിയോ വഴിയാണ്. അത് നമുക്ക് സമ്മതമില്ലാത്ത കാര്യമാണ്. അമ്മയടക്കം പറഞ്ഞു, അമ്മയ്ക്ക് ഞങ്ങൾ എല്ലാരും അതാണ് ഞാൻ പറയുന്നത്. ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ തീരുമാനമെടുക്കും? അയാൾക്ക് ആരാണ് ഈ അധികാരം കൊടുക്കുക? അയാൾ പറഞ്ഞല്ലോ ഇപ്പൊ അയാൾക്ക് തോന്നിയത് പോലുള്ള വീഡിയോ ഇടുന്നത്. ചെയ്യട്ടെ, ഞങ്ങളുടെ അർജുനെയും ഞങ്ങളുടെ കുടുംബത്തിനെയും കോട്ടയത്തോടുള്ള വീഡിയോ ചെയ്യട്ടെ, നമുക്ക് അപ്പൊ കാണാം. അത് പറഞ്ഞു സംസാരിച്ചു. അദ്ദേഹം നിസ്സഹാവസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞാൽ ഇയാൾ കേൾക്കില്ല. ഇതിനപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ പറഞ്ഞാ, ഇതിനപ്പുറത്ത് എന്ത് പ്രശ്നം വരികയാണെങ്കിലും അതിനുള്ള മൊത്തം തെളിവ് ഇന്ത്യയിലുണ്ട്. ആരും, അതായത് സ്വന്തം കുടുംബക്കാർ വരെ മുട്ടാളെ പറ്റി പറയുന്ന സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. ആരും അതിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ 27-ാം തീയതി സന്ധ്യക്ക് 27-ാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു 2.5 മാസത്തെ സെന്റ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്. വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി സെന്റ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ്. നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ. ഇവിടെയൊക്കെ എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോൾ ഞങ്ങൾ സംഘടനത്തിൽ നിൽക്കുമ്പോൾ അയാൾ സെന്റ് ഓഫ് നടത്തിയിട്ടാണ് ആഘോഷിച്ചത്. ഇതൊക്കെ കണ്ടോ, ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല, പറയിപ്പിച്ചതാണല്ലോ. ഞങ്ങളിതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാന്ന്. അതായത് 3 ദിവസം ഞങ്ങളെല്ലാം നിർത്തി ബാക്ക് ടു ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ്. അത് ഞങ്ങൾ റൂമിൽ കുറെ ആളുകളുണ്ട്, ഞങ്ങളെ കസിൻസ് ഒക്കെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ ഞങ്ങൾ വന്നിട്ടോ, ഈ എൻ്റെ അടുത്തൊരാളെ കൊണ്ടുവന്നു, ഈ ആൾക്ക് ഞാൻ സെന്റ് ഓഫ് കൊടുത്തതാണ്. പിന്നെ ഞങ്ങളെ സെന്റ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ്. 2.5 മാസത്തെ സെന്റ് ഓഫ് കഴിഞ്ഞ് ഇന്ന് പിരിച്ചു വിടുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനാഫ് എന്ത് വേണം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നിർത്തുന്നില്ല. എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് മൂപ്പരാൾ നിർത്തുന്നില്ല. ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട്, അതായത് ഏതൊരു സ്ത്രീ മൂപ്പരാളെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അർജുൻ്റെ സഹോദരൻ്റെ ഒരു നന്ദി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ, ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അതൊക്കെ എൻ്റെ കുടുംബത്തിന്, അതാ പറഞ്ഞത്, കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അമ്മേ, അവര് പറഞ്ഞത് കറക്റ്റാണ്, ഇത് ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതിന് മറിച്ച് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ഉറപ്പുള്ളൂ. ഇതിന്റെയൊക്കെ തെളിവ് ഞങ്ങളെടുത്ത്, ഞങ്ങൾ വെറുതെ പറയില്ല. അത് ഇതിന് പുറകിൽ എന്താ കേസ് അത് ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ എവിഡൻസ് നമ്മളുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും എല്ലാ എവിഡൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ കൃഷ്ണപ്രിയ വിളിച്ചിട്ട് പോലും എടുത്തിട്ടില്ല. ഞാനൊരു 10-20 മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒക്കെ റീഡ് ചെയ്യാൻ പോവുക. കാരണം മൂപ്പരാക്ക് ഇതിന് പിന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു ലെവലിൽ എത്തിയതിനെ കൊണ്ട് താവുന്നില്ല. എത്ര കോണ്ടാക്ട് ചെയ്തിട്ട് നിർത്തുന്നില്ല. പിന്നെ ഈ പിന്നെ കമന്റുകൾ, നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ മാത്രമാണ് നമുക്ക് വരുന്നത്. ഈ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ പിന്നെ വിളിച്ച് ചോദിക്കുക, ഇങ്ങനെ എന്താണ് ഇവിടെ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ, എന്തൊക്കെയാണെന്ന്. അപ്പോൾ അവർക്കും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ തകർന്നു പോയ തുടക്കം മുതലേ നമ്മൾ തകർന്നു പോയപ്പോൾ നമ്മളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ചേച്ചിയും ചേട്ടനാണ്. അപ്പോൾ അവർക്കെതിരെ എന്ത് വന്നാലും നമ്മളത് പ്രതികരിക്കാം. ഇനി എന്തെങ്കിലും ചോദിക്കണ്ടോ? അത് ക്ലാരിഫൈ ചെയ്യണം. ഇതിന് പുറകിൽ ആരെങ്കിലും കേസ് കൊടുക്കുകയാണെങ്കിൽ നിയമ നടപടിക്ക് വേണ്ടിയിട്ടൊന്നല്ല, നിങ്ങൾ എല്ലാ ആളുകളും ഇതൊന്ന് സത്യം എന്താണ്, അന്ന് മുതൽ നടന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് എല്ലാവരും അറിയിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമുണ്ട്. അതായത് ചില ആളുകളൊക്കെ നമ്മൾ ഒന്നും ചെയ്യാതെയാണ് ഇവിടെ വന്നിട്ട് പലതും പറയുന്നത് എന്നുള്ള രീതിയിൽ. നമ്മൾ പുഴയിലിറങ്ങി അർജുനെ പൊക്കിയിട്ടൊന്നുമില്ല, പക്ഷെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം ആരും കുറ്റപ്പെടുത്താൻ ഒന്നിനു വേണ്ടിയിട്ടല്ല. ഞങ്ങളൊക്കെ സാധാരണ ആളുകളാണ്. ഞങ്ങൾ ആരും മീഡിയക്ക് ഇതിന് മുന്നേ വന്നിട്ടില്ല. ഞങ്ങൾ അവസ്ഥയോണ്ടാണ് അന്ന് മുതൽ മീഡിയന്റെ മുന്നിൽ വന്നത്. അല്ലാതെ അറ്റൻഷൻ സീക്കറായിട്ടോ മീഡിയന്റെ മുന്നിൽ നിന്നിട്ട് എല്ലാവരുടെയും ഒരു അറ്റൻഷന് വേണ്ടി ഒന്നുമല്ല നമ്മൾ വന്നത്. നമുക്ക് നമ്മുടെ അനിയനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ആവശ്യം അതായിരുന്നു. അതോടുകൂടി നമ്മളൊരു നന്ദി പറച്ചിൽ നിർത്തിയ കാര്യങ്ങളാണ്. അപ്പൊ പല ആളുകളും പല തലത്തിലേക്ക് ഈ ഒരു കാര്യത്തിനെ കൊണ്ടുപോയിട്ടുണ്ട്. പല യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഈ നമ്മുടെ മാധ്യമ അതിന്റെ അടിയിൽ വന്ന കമന്റ്സിൽ നമുക്ക് മനസ്സിലാവും പലരും പല തലത്തിലേക്കാണ് ഇത് കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തതാണ്. നമുക്ക് മീഡിയന്റെ ഒരു പബ്ലിസിറ്റിയോട് കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷെ നമ്മളെ വെച്ചിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ആയിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ പലതും പല രീതിയിൽ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും മുന്നോട്ട് പോകണം, എല്ലാവർക്കും ജീവിക്കേണ്ടതാണ്.
ഇതിനൊക്കെ ഉള്ള കാരണം വെച്ചാൽ ഈ ഡെയിലി വരുന്ന യൂട്യൂബുകളാണ്, അതായത് യൂട്യൂബ് ചാനലിലെ വീഡിയോസാണ്. ഞങ്ങൾ അത്ര പറഞ്ഞിട്ട് നിർത്തുന്നില്ല. പിന്നെയുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ ഏട്ടൻ്റെ ഭാര്യനെ ഇവിടുന്ന് ഒറ്റപ്പെടുത്തി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം, ഇവിടെ വന്നിട്ട് ഏകദേശം 2 കൊല്ലത്തിനടുത്തായി. എന്താ ഇവിടെ സംഭവം? 3 വർഷത്തിനടുത്തായി. ഇത്ര കാലം ഞങ്ങളൊന്നും കണ്ണിനെ കൊണ്ട് പോലും ഞങ്ങൾ ഇതിലായിട്ട് എൻ്റെ സ്വന്തം ചേച്ചിനെ പോലെ ഇവിടെ നിങ്ങൾക്ക് ആർക്ക് വേണം ചോദിച്ചു നോക്കാം. പക്ഷേ ആ ഒരു എൻ്റെ മൂത്ത ചേച്ചീനെ വെച്ച് പറയുന്നതാണ്, എൻ്റെ ഏടത്തിയമ്മേനെ എല്ലാവരും കൂടി ഇവിടെ ഒറ്റപ്പെടുത്തുകയാണ്, ഇതാക്കുകയാണ്, ഏട്ടനെ ചൂഷണം ചെയ്യാണ്. ഇതൊക്കെ ഈ ആൾ കൊടുക്കുന്ന ഇന്റർവ്യൂയിലൂടെ നമുക്ക് വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഞാൻ ഇന്ന് പണിക്ക് പോയിട്ട് എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ തെരച്ചിൽ വരെ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നീടുള്ള ഒരു ഡൈവേർഷൻ ഉണ്ടായി. ഇതിൽ നമ്മൾ ഒരു രീതിക്ക് പോകുന്നു. അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യായിരുന്നു വേണ്ടിയിരുന്നത്. ഇതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അതിലുള്ള രീതിയിൽ ഇവിടെ നിന്നുള്ള കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാവുന്ന കാര്യം, നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ആൾക്കാരെയും കൊണ്ട് അവിടെ പോയി ഒരു സംവിധാനത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമെന്നുള്ള കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. സമ്മതിക്കില്ല. അവിടെയുള്ള കലക്ടർ സംവിധാനം, പിന്നെ പോലീസ് സംവിധാനം അവരെന്തിനു നിൽക്കുന്നു? അവിടെ പിന്നെ തിരച്ചിൽ നടത്തിയ ഇവർക്ക് ആർക്കൊക്കെ എന്തേ സംഭവിച്ചാൽ ആ ഒരു ഉത്തരം പറയും. അതിന്റെ ഫുൾ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർക്കാണ് അവിടുത്തെ ഉത്തരവാദിത്തം. അവർ ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പൊ മൂപ്പരാളി യൂട്യൂബ് ചാനലുകളിൽ വന്ന് പറയുന്നതിന്റെ 70% കൊള്ളത്തരാണ്. അത് ഓരോന്ന് വേണമെങ്കിലും തെളിവടക്കം ഞാൻ കാണിച്ചു തരാം. അതിലെനിക്ക് യാതൊരു പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളും 70% കൊള്ളത്തരാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് അസ്ഥാനത്തുള്ള ഒരു അമ്പാണ്. അതിന്റെ ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അത് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആടായിന്ന് വെച്ചാൽ കുറച്ച് വ്യക്തികൾ വിളിച്ചിട്ട് നിങ്ങളിൽ നിൽക്കണം, നിങ്ങൾക്ക് മാത്രമല്ല പിന്നെ മറ്റ് ലോറിക്കാർക്കും ഇതേ അവസ്ഥ വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആവശ്യപ്പെടും, അപ്പം നിങ്ങളൊന്ന് ഞങ്ങൾ കൂടെ അപ്പോൾ അതിൽ നടക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ പല ആൾക്കാരും അർജുൻ്റെ പേരിൽ ഫണ്ട് മേടിക്കുന്നു. ആ ഗ്രൂപ്പിൽ നടന്ന സംഭവമാണ്. ഞങ്ങൾക്ക് തോന്നി. പിന്നെ അവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ആണ്. ഏത് ആവശ്യം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് എപ്പോൾ ബന്ധപ്പെടാനുള്ള എല്ലാ സാഹചര്യവും അദ്ദേഹം ഒരുക്കി തന്നിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് ഒരുക്കി തന്ന സംഭവം മുഖ്യമന്ത്രിയായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാനുള്ള. അപ്പം ഇവിടുന്ന് ഇവർ പോയപ്പം ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ അവരൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവം. അപ്പോൾ അവർക്കതെല്ലാം ഭയങ്കര ഷെയിമായിട്ട് ഫീൽ ചെയ്തു. അവരൊന്നും അറിയാതെ, അപ്പോൾ അവർ കരുതി കുടുംബവും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പം ഞങ്ങളതെല്ലാം ഇങ്ങനെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തപ്പോൾ ഈ കഥകളൊക്കെ അവരറിയുന്നത്. ഇവർ ഇന്ന കാര്യത്തിൽ കാരണം ഡ്രഡ്ജർ എത്തിക്കുക എല്ലാം ചെയ്യാന്ന് പറഞ്ഞ പിന്നെയും നമ്മൾ മുഖ്യമന്ത്രിയെ പോയിട്ട് ബുദ്ധിമുട്ടിച്ചിരിക്കുന്ന എന്ത് കാര്യം? എന്താ അർത്ഥമുള്ളതിൽ? നടക്കാത്ത കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് പിന്നെയും അവരെ പോയിട്ട് പ്രഷർ ചെയ്യാൻ വല്ല കാര്യമുണ്ടോ? അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് അപ്പോൾ തന്നെ ലെഫ്റ്റ് അടിച്ച് കാര്യം പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ആവശ്യം നിലവിലില്ല, നിങ്ങൾ ഇത് പിരിച്ചുവിടണം തന്നെ അഭ്യർത്ഥിച്ച് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അതാണ് ആക്ഷൻ കമ്മിറ്റി ഇതുണ്ടായത്. പിന്നെ അവരുടെ ഇടപെടലിലൂടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടന ഒരു സംഭവം അവരൊക്കെ ആഗ്രഹം ഇത് തന്നെയായിരുന്നു. ഇവിടെ നിന്നുള്ള ഡ്രഡ്ജർ കൊണ്ടുപോകണം, ഇവിടെ നിന്നുള്ള ആൾക്കാർ പോയിട്ട് മുങ്ങി തപ്പണം, മാൽപ്പ ഇറങ്ങി തപ്പണം. ഈ ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് 2ാം ഘട്ട തെരച്ചിൽ മുങ്ങിയിട്ടുള്ളൊരു തെരച്ചിൽ സാധ്യമല്ല എന്ന് പറഞ്ഞത് ഇവരൊക്കെ തന്നെ.